എല്ലാവർക്കും സ്വാഗതം. അലങ്കാരങ്ങളുടെ നിർവചനങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിലൊന്നാമത്തെ ആചാര്യൻ ഭാമഹനാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യാലങ്കാരം എന്ന കൃതിയിൽ അദ്ദേഹം അലങ്കാരത്തെ നിർവചിക്കുന്നു. ന കാന്തമപി നിർഭൂഷം വിഭാതി വനിതാനനം. ന കാന്തമപി നിർഭൂഷം വിഭാതി വനിതാനനം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്വതവേ ആകർഷകമെങ്കിലും ഭൂഷ ഇല്ലാത്ത വനിതാമുഖം ശോഭിക്കയില്ല. അതുപോലെ തന്നെ കാവ്യത്തിലും അലങ്കാരം അത്യാവശ്യമാണ്. ഭാമഹൻ കാവ്യാലങ്കാരത്തിൽ ഇങ്ങനെ പറയുന്നു: ന കാന്തമപി നിർഭൂഷം വിഭാതി വനിതാനനം. രണ്ടാമത്തെ ആചാര്യൻ വാമനൻ്റെ നിർവചനമാണ്. വാമനൻ കാവ്യാലങ്കാര സൂത്രവൃത്തി എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അലങ്കാരത്തിനെ ഇങ്ങനെ നിർവചിക്കുന്നു: കാവ്യം ഗ്രാഹ്യമലങ്കാരാത് സൗന്ദര്യമലങ്കാര സദോഷ ഗുണാലങ്കാര ഹാനാദാനാഭ്യാം. കാവ്യം ഗ്രാഹ്യമലങ്കാരാത് സൗന്ദര്യമലങ്കാര സദോഷ ഗുണാലങ്കാര ഹാനാദാനാഭ്യാം. അതായത് കാവ്യം അലങ്കാരം കൊണ്ടാണ് അഭിലഷണീയമാകുന്നത്. അലങ്കാരം എന്നാൽ സൗന്ദര്യം. ദോഷം വർജിച്ചും ഗുണാലങ്കാരങ്ങൾ സ്വീകരിച്ചും അലങ്കാരം ജനിപ്പിക്കണം. കാവ്യം ഗ്രാഹ്യമലങ്കാരാത് സൗന്ദര്യമലങ്കാര സദോഷ ഗുണാലങ്കാര ഹാനാദാനാഭ്യാം. ഇനി ആചാര്യ ദണ്ഡി കാവ്യാദർശനം എന്ന കൃതിയിൽ കാവ്യാദർശം എന്ന കൃതിയിൽ ഇങ്ങനെ പറയുന്നു: അലങ്ക്രിയതേ അനേന ഇതി അലങ്കാര കാവ്യശോഭാകരാൻ ധർമാനലങ്കാരാൻ പ്രചക്ഷതേ. അലങ്ക്രിയതേ അനേന ഇതി അലങ്കാര കാവ്യശോഭാകരാൻ ധർമാനലങ്കാരാൻ പ്രചക്ഷതേ എന്ന് വെച്ചാൽ, കവിതയ്ക്ക് ചാരുത്വം നൽകുന്ന ഘടകമാണ് അലങ്കാരമെന്നും കവിതയ്ക്ക് ശക്തി സൗന്ദര്യങ്ങൾ നൽകുകയാണ് അലങ്കാരധർമ്മമെന്നും ആചാര്യ ദണ്ഡി കാവ്യാദർശത്തിൽ പറയുന്നു. ഇനി AR രാജരാജവർമ്മയുടെ ഭാഷാഭൂഷണത്തിൽ അലങ്കാരത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നു: ശബ്ദാർത്ഥങ്ങൾ വച്ചൊന്നിൽ വാച്യമായിരുന്നിടും ചമൽക്കാരം ചമയ്ക്കുന്ന മട്ടലങ്കാരമായത്. ശബ്ദാർത്ഥങ്ങൾ വച്ചൊന്നിൽ വാച്യമായിരുന്നിടും ചമൽക്കാരം ചമയ്ക്കുന്ന മട്ടലങ്കാരമായത്. അതായത് ശബ്ദപരവും അർത്ഥപരവുമായ ലാവണ്യമാണ് അലങ്കാരമെന്ന് AR രാജരാജവർമ്മ ഭാഷാഭൂഷണത്തിൽ പറയുന്നു. ഇനി ആനന്ദവർദ്ധനൻ്റെ അലങ്കാര സങ്കല്പമാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയായ ധ്വന്യാലോകത്തിൽ ഇങ്ങനെ പറയുന്നു: രസാക്ഷിപ്തതയാ യസ്യ ബന്ധ ശക്യക്രിയോ ഭവേത്. രസാക്ഷിപ്തതയാ യസ്യ ബന്ധ ശക്യക്രിയോ ഭവേത്. അതായത് കവിയുടെ അന്തർചോദനയിൽ നിന്ന് വരുന്ന ഭാവങ്ങൾ ആവിഷ്കാരത്തെ സുഗമമാക്കുന്ന രീതിയിൽ പ്രത്യേക പ്രയത്നം കൂടാതെ വന്നു ചേരുന്ന അലങ്കാരങ്ങൾ മാത്രമേ കവി ഉപയോഗിക്കാവൂ എന്ന് ആനന്ദവർദ്ധൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെ അലങ്കാരത്തിന് 5 നിർവചനങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത്. കാവ്യാലങ്കാരം എന്ന കൃതിയിൽ ഭാമഹനും, കാവ്യാലങ്കാര സൂത്രവൃത്തി എന്ന കൃതിയിൽ വാമനനും, കാവ്യാദർശം എന്ന കൃതിയിൽ ദണ്ഡിയും, ഭാഷാഭൂഷണത്തിൽ AR രാജരാജവർമ്മയും, ധ്വന്യാലോകത്തിൽ ആനന്ദവർദ്ധനനും നടത്തിയ നിർവചനങ്ങളാണ് നമ്മളിന്ന് സംസാരിച്ചത്. അതിൽ വളരെ പ്രശസ്തമായത് സൗന്ദര്യമലങ്കാര എന്ന വാമനൻ്റെ നിർവചനമാണ്.